ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നെയ്മീൻ, അറയ്ക്ക, ഐക്കൂറ എന്നൊക്കെ പറയുന്ന മീൻ കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ സാധാരണ എല്ലാ ഫിഷിന്റെ റെസിപ്പീസിലും പറയാറുണ്ട്. അവരുടെ കാര്യങ്ങൾ തൃശ്ശൂരുള്ള സ്ഥാപനമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ല ഫ്രഷ് ആയിട്ട് ഫിഷ് എത്തിച്ചു തരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ നെയ്മീൻ കറി അല്ലെങ്കിൽ അറക്കാന്നൊക്കെ നമ്മൾ വീട്ടിൽ ഇവിടെ സാധാരണ പറയാറുണ്ട്. ഐക്കൂറ എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അറക്ക മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ നമ്മുടെ മീനുകളുടെ റാണി എന്ന് വിളിക്കുക മിക്കവാറും കരിമീനായിരിക്കും. എന്നാൽ മീനുകളുടെ രാജാവ് എന്ന് വിളിക്കുക ഈ അറക്ക അല്ലെങ്കിൽ നെയ്മീൻ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. നമ്മുടെ നെത്തോലിയും മത്തിയും അതേമാതിരി അയിലും ഒക്കെ അത്ര ഈ മീൻ കഴിക്കണേ. അപ്പൊ പിന്നെ അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള നിലയ്ക്ക് ഈ മീനും അധിക ടേസ്റ്റിയാണ്. എല്ലാ സീസണിലും കിട്ടുന്ന മീനൊക്കെ തന്നെയാണ്. ചെറിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പൊ സാധാരണക്കാർക്ക് എപ്പോഴും വാങ്ങിച്ചു വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാനും അതെ, നമ്മൾ ഈ അറക്കമീൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നാടൻ ആ രീതിയിലേക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ്. അത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഇതുപോലെ ഒരു നാടൻ കറി ഇട്ടിട്ടുണ്ട് അറക്ക വെച്ചിട്ട് തന്നെ. അപ്പൊ ഇന്ന് നമ്മുടെ തൃശ്ശൂര് വീട്ടിലെ അമ്മാമ്മ വെക്കണ അതേ രീതിയിലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. നമ്മള് അറക്ക മീൻ 1 കിലോ ആണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ സാധാരണ എല്ലാ മീനും പറയാറുള്ള പോലെ അങ്ങനെ കുറച്ച് നേരം തിരുമ്പി വെക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 6-7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 10 ചെറിയ ഉള്ളി. ആ ചെറിയ ഉള്ളിയാണ് പ്രത്യേകത. സവാള ഇടരുത്. ഇതിന് അമ്മാമ്മ വെക്കുന്ന ആ രീതിയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരിക ചെറുള്ളിക്ക് തന്നെയാണ്. അപ്പൊ ഒരു 10 ചെറുള്ളി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. പിന്നെ നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് കുടംപുളി വേണം. അപ്പൊ കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇതുപോലെ ആ കുടംപുളി ചീന്തിയിട്ട് നീളത്തിൽ ഇങ്ങനെ ചീന്തിയിട്ടിട്ട് ഒരു 12 പീസ്. അത് ധാരാളമാണ്, നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ. പിന്നെ ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നാളികേരപ്പാലാണ്. അപ്പൊ ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിന്റെ പാല്, ഇതൊരു 3 കപ്പ് വരും കേട്ടോ. അത് 2ാം പാലാണ്. അപ്പൊ ഞാൻ ഒരുമിച്ച് തന്നെ ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതാണ്. അപ്പൊ ഇത് 3 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാൽ. നാടൻ മീൻ കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ കഴുകിയിട്ട് വരാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ മീൻ കഴുകിയെടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു ചട്ടിയിലാണ് വെക്കുന്നത്, മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പൊ മൺചട്ടിയിലേക്ക് എടുത്തിടാം. നമ്മള് 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചത് അത്, പിന്നെ നമ്മള് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടില്ലേ അത്. ഇതിപ്പോ ഇത്തിരി ഹെൽത്തി രീതിയും കൂടിയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാണ്ട് തന്നെയാണ് നമ്മൾ വെക്കണത്. ഈ മുളക് പൊടി, അതായത് നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചില്ലേ, അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ആ പൊടികളെല്ലാതും, അതായത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഇനി ഇതിൽ നമ്മൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തില് ഇത്തിരി ഇഷ്ടമുള്ള മീനാണ് കേട്ടോ. അധികം ഞാൻ മീൻ കഴിക്കാറില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒരെണ്ണാണ് ഈ അറക്ക. അപ്പൊ ഇത് വെച്ചാൽ ലെയേഴ്സ് ഒക്കെ എടുത്ത് അത് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോ ലെയേഴ്സ് അല്ലേ. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഹാർഡായിട്ട് കിടക്കും ചെയ്യും. പെട്ടെന്ന് ഇതിങ്ങനെ നമുക്ക് എന്താ പറയുക, കറി വെക്കുമ്പോ സോഫ്റ്റ് ആയിട്ട് പോവില്ല. അതായത് വെന്തു പോയി ഉടഞ്ഞു പോയി എന്ന് പറയേണ്ട ആ ഒരു ഇത് വരില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് തിരുമ്പുമ്പോ ഉണ്ടല്ലോ നല്ലൊരു മണ, പച്ച വെളിച്ചെണ്ണയും പച്ചമുളകിന്റെയും അതെല്ലാം കൂടി ഒരു നല്ലൊരു സ്മെല്ല് വരിക. ഈ സംഭവമാണ് അമ്മാമ്മ ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും
കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഓടി അകത്തേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കണം മാമയും ചോദിക്കും, മീൻകറി ഇല്ലേയും ചോദിക്കും. അത്രയും ഒരു സ്മെല്ലാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ നാളികേരപ്പാല് എടുത്തു വെച്ചത് ഒഴിക്കുക, കുടംപുളി കുതിർത്തി വെച്ചത് ആ വെള്ളത്തോട് കൂടി ഒഴിക്കാം. ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് കയറ്റി വെക്കാം. അപ്പൊ അതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരട്ടെ. അപ്പൊ അത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് കേട്ടോ. ഇങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഒന്നുമില്ല സ്പൂൺ കൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കാം, അല്ലെങ്കിൽ ചട്ടി പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ തിളച്ച് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 6-7 മിനിറ്റ് ഒക്കെ വേവിക്കുമ്പോഴത്തേക്കും ഇത് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാളികേരത്തിന് തണുപ്പാൽ എടുത്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്യാം. ഈ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കാച്ചി ഒഴിക്കണ ഒരു പരിപാടിയും കൂടി ഉള്ളു. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ. അതേ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 1/2 ടീസ്പൂണിന് താഴെയാണ്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കറിയുടെ മേലയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മുളക് പൊടിക്ക് ഇടുമ്പോൾ നല്ല സ്മെല്ലാണ്, പിന്നെ അതുപോലെ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ മീൻ കറിക്ക്. അപ്പൊ എല്ലാവരും നാടൻ രീതിയിൽ തന്നെ മീൻകറി പ്രിപ്പയർ ചെയ്യാറുള്ളതാണ്. പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാനും ഇതുപോലെ തന്നെ പല രീതിയിലും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ഓരോ അമ്മമ്മമാര് ചെയ്യുന്നത്, എൻ്റെ വീട്ടിലത്തെ അമ്മമ്മ, അതുപോലെ പ്രിൻസാന്റെ വീട്ടിലെ അമ്മമ്മ, അങ്ങനെ പല ആൾക്കാർക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അമ്മമ്മ ചെയ്ത റെസിപ്പിയാണ് നമ്മളിപ്പോ ചെയ്തത്. അപ്പൊ എന്തായാലും ഇതേപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം മീൻ കിട്ടുമ്പോ. അപ്പൊ അടുത്ത തവണ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.